ഫസ്റ്റ് വീഡിയോ ഓൺ വോയിസിൽ ഞാൻ ഫസ്റ്റായിട്ട് വീഡിയോ എടുക്കാൻ പോവാണ്. ഐ ഡോണ്ട് നോ ഇതിൻ്റെ ഔട്ട്പുട്ട് എങ്ങനെ വരാമെന്നൊന്നും എനിക്കൊരു ഐഡിയ ഇല്ലാത്ത. അപ്പോൾ നിങ്ങൾക്ക് സുഖമല്ലേ? എനിക്ക് സുഖമാണ്, കുഴപ്പമൊന്നുമില്ല. കുറച്ച് ദിവസം പനിയും കാര്യങ്ങളൊക്കെ ആയിട്ട് എനിക്ക് വീഡിയോ ഇടാനേ പറ്റിയിട്ടില്ല. എൻ്റെ മൈൻഡ് ഫുൾ ഔട്ടായിരുന്നു. അപ്പം ഞാൻ ഇനി നെക്സ്റ്റ് വീഡിയോ ഒന്നും ഇടണ്ടാന്ന് പോലും ഞാൻ ചിന്തിച്ചു പോയിരുന്നു. പിന്നെ ഞാൻ ഒരിക്കലും എൻ്റെ മെൻഷൻ ചെയ്യാത്ത ഇൻസ്റ്റ ID എങ്ങനെയൊക്കെയോ തപ്പി പിടിച്ചിട്ട് ഇൻസ്റ്റയിൽ എനിക്ക് മെസ്സേജ് അയച്ചിട്ട് കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താണ് വീഡിയോ ഇടാത്തതെന്നുള്ളത്. അപ്പോൾ അതിൻ്റെ റീസൺ ഇതാണ് കേട്ടോ. പിന്നെ മാസ്ക് ഇട്ടിട്ടാണ് വന്നിട്ടില്ലേ, എന്നെ നിങ്ങൾ ശ്രദ്ധിക്കണ്ട, ഞാൻ പറയുന്ന കാര്യം ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ ഇപ്പോൾ ക്ലാസ് കഴിഞ്ഞിട്ട് വന്നാണ്. എന്നാൽ സാറ്റർഡേ ഉച്ചവരെ ഉള്ളൂ ക്ലാസ്. അപ്പോൾ ക്ലാസ് ഒന്നും ഉണ്ടായിരുന്നില്ല, വെറുതെ അവിടെ പോയിരിക്കുകയാണ്. അറ്റൻഡൻസ് കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ വെറുതെ അവിടെ പോയിരിക്കും, ക്ലാസ് ഒന്നുമില്ല. അങ്ങനെ ക്ലാസ് കഴിഞ്ഞ് വന്നിട്ടാ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചത് ഇന്നലെ ഞാനിങ്ങനെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു നെക്സ്റ്റ് ഒരു വീഡിയോ ഇട്ടാലോ എന്ന്. കാരണം ഞാൻ ഇനിയും വീഡിയോ ഇടാതിരുന്നാൽ ചിലപ്പോൾ എന്നെ എല്ലാവരും മറന്നു പോകും. അപ്പോൾ ഞാനൊരു ഹോസ്റ്റൽ എസെൻഷ്യൽ വീഡിയോ ഇടാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ നമുക്ക് വീഡിയോ ഞാൻ മെയിനായിട്ട് പറയാൻ ഉദ്ദേശിച്ച കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഇങ്ങോട്ട് വരുന്ന സമയത്ത്, അതായത് 4 വർഷം മുന്നേ ഞാൻ ഇങ്ങോട്ട് വരുന്ന സമയത്ത് എനിക്കൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല എന്തൊക്കെ സാധനങ്ങളാണ് നമ്മളിപ്പം വേറൊരു സ്ഥലത്ത് പോകുമ്പോൾ ക്യാരി ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ എന്നെ പോലെ അതുപോലെ അന്നേരം ബുദ്ധിമുട്ടിയിരുന്ന കുറേ പേരുണ്ടാവുമായിരിക്കും. അപ്പോൾ അവർക്ക് ഈ വീഡിയോ എന്തായാലും യൂസ്ഫുൾ ആകും. അപ്പോൾ നിങ്ങൾ എന്തായാലും ഒരു പെന്നും ഒരു ബുക്കും ക്യാരി ചെയ്തോ. എന്നിട്ട് നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നുന്ന ഐറ്റംസ് നിങ്ങൾ എഴുതി വെച്ചോളൂ കേട്ടോ. അപ്പോൾ ഞാൻ ഇങ്ങോട്ട് വരുന്ന സമയത്ത് എനിക്കൊരു സിസ്റ്ററിനായിട്ട് നല്ല കമ്പനി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവരുടെ അടുത്ത് ചോദിച്ചിരുന്നേ എന്തൊക്കെ കാര്യങ്ങളാണ് വേണ്ടതെന്നുള്ളത്. അപ്പോൾ എൻ്റെ അടുത്ത് ഞാൻ അങ്ങനെ ഫസ്റ്റ് ചോദിച്ചത് മിററാണ്. മിറർ ഉണ്ടോയെന്നാണ് ചോദിച്ചത്. അപ്പോൾ ഇല്ലയെന്ന് പറഞ്ഞു. അയൺ ബോക്സ് ഉണ്ടോ ചോദിച്ചാൽ ഇല്ലയെന്ന് പറഞ്ഞു. അപ്പം എനിക്ക് മനസ്സിലായി അവിടെ ഒന്നും ഉണ്ടാവില്ല എന്നുള്ളത്. അപ്പം തന്നെ നമുക്ക് മനസ്സിലാക്കണം എന്തൊക്കെ സാധനങ്ങൾ നമ്മൾ എടുക്കണം എന്നുള്ളത്. അപ്പോൾ ഞാനിങ്ങനെ കാറ്റഗറൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്, എഴുതിയിട്ടുണ്ട്. ഫസ്റ്റ് തന്നെ നമുക്ക് പേഴ്സണൽ ഐറ്റംസ് ആണ്. പേഴ്സണൽ ഐറ്റംസിൽ വരുമ്പോൾ തന്നെ നമുക്ക് ചില കോളേജിൽ യൂണിഫോം ആയിരിക്കും ഉണ്ടാവുക, ചില കോളേജിൽ കളർ ഡ്രസ്സ് തന്നെ ആയിരിക്കും. എൻ്റെ കോളേജിൽ കളർ ഡ്രസ്സാണ്, കണ്ടില്ലേ? ഇതുപോലത്തെ ഡ്രസ്സാണ് ഞാൻ കോളേജിൽ പോകുമ്പോൾ യൂസ് ആക്കല്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അത് നമ്മൾ ആദ്യമൊന്നും അറിയണം നല്ലതാണ്. കാരണം നമുക്ക് കുറച്ച് ഡ്രസ്സ് നമുക്ക് മേടിച്ചിട്ട് കൊണ്ടുപോകാമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ മുന്നേ അത് ചോദിക്കുന്നത് നല്ലതാണ്. യൂണിഫോം ആണോ അവിടെ റെഗുലറായിട്ട് യൂസ് ചെയ്യുന്ന യൂണിഫോം ആണോ, അതോ കളർ ഡ്രസ്സ് ആണെങ്കിൽ അത് നമുക്ക് കുറച്ച് മേടിച്ച് വെക്കുന്നത് നല്ലതാണ്. പിന്നെ ചില ഡ്രസ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ കോളേജിൽ യൂസ് ചെയ്യുന്ന ഡ്രസ്സ് ചിലപ്പോൾ നമുക്ക് പുറത്ത് പോകുമ്പോൾ യൂസ് ആക്കാൻ പറ്റില്ല. ഇപ്പം ഞാൻ ഇട്ടുകണ ഈ ഡ്രസ്സ് എനിക്ക് പുറത്ത് പോകുമ്പോൾ യൂസ് ചെയ്യാൻ പറ്റുന്ന ഡ്രസ്സാണ്. പക്ഷേ എൻ്റെ ക്ലാസ്സിൽ ഞാൻ മാത്രമാണ് ഇങ്ങനത്തെ ഫുൾ സ്ലീവും പിന്നെ കുറച്ച് പുറത്ത് പോകാൻ പറ്റിയിട്ടുള്ള ഇതിലുള്ള ഡ്രസ്സ് ഞാൻ മാത്രമാണ് ഇടുന്നത്. കാരണം ഞാൻ ഒരു മുസ്ലിമായിട്ട് നമ്മൾ 2 പേരേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ ചുരിദാർ ഇടുമെന്ന് പറഞ്ഞിട്ട് ഫോഴ്സ് ചെയ്തിട്ടില്ല മാംസ് ഒന്നും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പിന്നെ ചുരിദാർ ഇട്ടിട്ടൊന്നും എനിക്ക് പരിചയമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഇത് ഭയങ്കര യൂസ്ഫുള്ളാണ് ഇങ്ങനത്തെ ഡ്രസ്സ് എന്ന് പറയുമ്പോൾ. അപ്പോൾ എനിക്ക് പുറത്ത് പോകുമ്പോൾ ഇടാൻ വേണ്ടിയിട്ട് വേറെ ഡ്രസ്സ് എന്ന് പറഞ്ഞിട്ട് മാറ്റി വെക്കേണ്ട ആവശ്യമില്ല. കാരണം എനിക്ക് ഇതുപോലത്തെ ഒരുപാട് ഡ്രസ്സുകളുണ്ട് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം ഇനിയിപ്പം നമ്മൾ ബാക്കിയുള്ളവരൊക്കെ ചുരിദാറാണ് ഇടുന്നത്, ഫുള്ള് ലോങ് ആയിട്ടുള്ള ചുരിദാറൊക്കെയാണ്. അപ്പോൾ നമ്മൾ പുറത്ത് പോകുമ്പോൾ തന്നെ നമ്മൾ യൂസ് ആക്കൂലല്ലോ. അപ്പോൾ നമുക്ക് ഔട്ടിംഗ് വെയർ എന്ന് പറഞ്ഞിട്ട് സെപ്പറേറ്റ് തന്നെ നമുക്ക് ഡ്രസ്സ് മേടിച്ച് വെക്കാം. ഒരു 4-3 കൂട്ട് നമുക്ക് അങ്ങനെ മേടിച്ച് വെക്കാം. പിന്നെ കോളേജ് വെയർ ആയിട്ട് നമുക്ക് ചുരിദാർ ഐറ്റംസ് ആയിട്ട് അങ്ങനെ മേടിച്ച് വെക്കാം. കോളേജിൽ പോകുമ്പോൾ ഇങ്ങനെ എന്താ പറയുക, ഷോള് ഇങ്ങനെയൊക്കെ ഇട്ടിട്ട് വേണം പോകാൻ ഫസ്റ്റ് ഇയറിലൊക്കെ. അപ്പോൾ ഫസ്റ്റ് ഇയറിൽ എന്തായാലും ചുരിദാറിന് വേണം. പക്ഷെ ഞാൻ ഫസ്റ്റ് ഇയർ മുതൽ ഇങ്ങനത്തെ ഡ്രസ്സ് തന്നെയാണ് തൊട്ടിരുന്നത്. അപ്പം പിന്നെ ആണെങ്കിൽ ഇന്നോവേഴ്സ്, സാനിറ്ററി പാഡ്, ഇതൊക്കെയാണ് നമുക്ക് പിന്നെ യൂഷ്വലി നമുക്ക് പേഴ്സണൽ ഐറ്റംസിൽ വരുന്നത്. പിന്നെ ആണെങ്കിൽ സ്കിൻ കെയർ ഐറ്റംസ് ആണ് നെക്സ്റ്റ്. അപ്പം സ്കിൻ കെയർ ഐറ്റംസിൽ ഇപ്പം നമുക്കറിയാമല്ലോ ഡെയിലി നമ്മൾ യൂസ് ചെയ്യുന്ന ഐറ്റംസ് തന്നെ. അതിപ്പോൾ നമ്മൾ ഗേൾസ് ഒരിക്കലും വിട്ടുപോകാത്തൊരു സാധനമാണ് സ്കിൻ കെയർ ഐറ്റം എന്ന് പറയുന്നത്. അപ്പം അതിൽ നമുക്ക് എല്ലാ കാര്യങ്ങളും യൂസ് ആക്കാം. എല്ലാ മേക്കപ്പ് ഐറ്റംസ് ആയാലും ഡെയിലി സ്കിൻ കെയർ ഐറ്റംസ് ആയാലും എല്ലാം നമുക്കതിൽ ഇൻക്ലൂഡ് ആക്കാം. അതൊക്കെ ഒരു എന്താ പറയുക, ഒരു പൗച്ച് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് അതിലിട്ട് വെക്കുന്നത് നല്ലതാണ്. അതാകുമ്പോൾ തന്നെ എവിടേക്കും പരന്ന് പോകുന്നില്ലല്ലോ. പിന്നെ നമുക്ക് അതിൽ തന്നെ പെട്ടെന്ന് എടുക്കാനും എളുപ്പമാണ്. അപ്പം അങ്ങനെ പിന്നെ നമ്മുടെ വീട്ടിലത്തെ പോലെ ഷെൽഫോ ഷോക്കൈസോ പിന്നെ അതുപോലെ തന്നെ കബോർഡ്സോ ഒന്നും പോണടുത്ത് ഉണ്ടാവണമെന്നില്ല. അപ്പോൾ നമുക്ക് എല്ലാത്തിനും ഒരു സെപ്പറേറ്റ് പൗച്ച് ക്യാരി ചെയ്യുന്നത് നല്ലതായിരിക്കും ആണ് കേട്ടോ. മെയിനായിട്ട് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കേണ്ടത് മിറർ. നമ്മൾ പോകുന്ന റൂമിൽ മിറർ ഉണ്ടാവണമെന്നില്ല. മിറർ ഉണ്ടാവില്ല, എല്ലായിടത്തും മിറർ ഉണ്ടാവില്ല. അപ്പം തന്നെ നമുക്ക് ഇൻഡിവിജ്വലായിട്ട് മിറർ മേടിക്കുന്നത് നല്ലതാണ്. കാരണം നമുക്ക് ഇൻഡിവിജ്വലായിട്ട് എല്ലാ സാധനങ്ങളും വേണം. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ പോയ സമയത്ത് റൂമിലെല്ലാവരും നമ്മളെ ഫ്രണ്ട്സ് ആയിരിക്കും. അത് കഴിഞ്ഞിട്ട്
ഒരു മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു റൂമിൽ 10 പേരുണ്ട് എന്നുണ്ടെങ്കിൽ അവിടെ തന്നെ ഒരു 4 ഗ്രൂപ്പോ 5 ഗ്രൂപ്പായിട്ട് അത് അങ്ങനെ പോകും. അപ്പോൾ നമുക്ക് ഒരാളടുത്ത് ഉണ്ട് എന്ന് വെച്ചിട്ട് നമുക്കത് ഇരിക്കാൻ പറ്റില്ല. നമ്മളടുത്ത് ഇൻഡിവിജ്വലായിട്ട് നമ്മൾ ഐറ്റംസ് ഉണ്ടെങ്കിൽ നമ്മൾ ആരും ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പം അത് ഒരു കാര്യം. മിറർ വേണം. പിന്നെ ആണെങ്കിൽ ബെഡ്ഷീറ്റ് മിനിമം 2 ബെഡ്ഷീറ്റെങ്കിലും നമ്മൾ ക്യാരി ചെയ്യണം. കാരണം നമ്മളിപ്പം അലക്കണമല്ലോ. ഒരു ബെഡ്ഷീറ്റ് ഇപ്പം അലക്കുമ്പം നമുക്ക് അതിൻ്റെ പകരം വേറൊരു ബെഡ്ഷീറ്റ് ഇടണമെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ഒരു ബെഡ്ഷീറ്റും കൂടെ വേണം. അപ്പോൾ 2 ബെഡ്ഷീറ്റ് അങ്ങനെ ക്യാരി ചെയ്യാം. പിന്നെ പില്ലോ കവർ പിന്നെ അതിൻ്റെ കൂടെ ഉണ്ടാവില്ല. പില്ലോ കവർ നമുക്ക് ഒരു പില്ലോ ഒക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഒരു 2 പില്ലോ കവറും കൂടെ എക്സ്ട്രാ ആഡ് ചെയ്യാം. പിന്നെ ആണെങ്കിൽ ബക്കറ്റ് മഗ്ഗൊക്കെ നമുക്ക് ഒന്നെങ്കിൽ ഹോസ്റ്റലിൽ നിന്ന് പ്രൊവൈഡ് ചെയ്യും. നമ്മൾ അന്നേരം കാശ് കൊടുത്ത് മേടിക്കലാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഇത് പുറത്തുനിന്ന് ഇപ്പം നമ്മൾ ആ നാട്ടിലെത്തിയ സമയത്ത് ഇപ്പം ഞാനുള്ളത് കർണാടകയിലാണ്. അന്നേരം ഞാൻ ഇവിടുത്തെ ടൗണിൽ നിന്ന് അങ്ങനെ മേടിച്ചിട്ട് വരാണെങ്കിൽ അങ്ങനെ വരാം. ഇല്ലെങ്കിൽ ഹോസ്റ്റലിൽ അത് പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ കിട്ടും. ബക്കറ്റും മഗ്ഗും. പിന്നെ സോപ്പ് ഡിഷൊക്കെ നമ്മളെന്തായാലും നമ്മൾ മേടിക്കേണ്ടത് തന്നെയാണ്. നാട്ടിൽ നിന്ന് വരുമ്പോൾ മേടിച്ചിട്ട് വരേണ്ടതാണ്. ഇപ്പം നമ്മൾ വിചാരിക്കും ഇതൊക്കെ എന്തിനാ ഇപ്പം നാട്ടിൽ നിന്ന് ഏറ്റ് പോകണമെന്ന്. നാട്ടിൽ നിന്ന് ഏറ്റ് പോകണം. കാരണം നമ്മൾ എത്തിയ പാടന്നെ നമുക്കിപ്പോൾ ഔട്ടിംഗ് ഒന്നും തരൂല. ഒരു 1 വീക്ക് ആവാണ്ടൊന്നും ഔട്ടിങ് തരൂല. അപ്പം അത്രയും കാലം നമുക്ക് യൂസ് ആക്കണ്ടേ. പിന്നെ ആണെങ്കിൽ നമ്മളിപ്പോൾ ഔട്ടിങ്ങിന് പോയാൽ തന്നെ നമുക്ക് അവിടുത്തെ കടകളൊന്നും അറിയില്ല. ഇന്ന സാധനങ്ങൾ ഇപ്പോൾ ഈ സ്റ്റേഷനറി ഐറ്റംസ് ഒക്കെ എവിടെ കിട്ടുക അതൊന്നും ഇപ്പോൾ നമുക്കൊരു ഐഡിയ ഉണ്ടാവില്ലല്ലോ. അപ്പോൾ അതിന് നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ മേടിച്ച് വരുന്നത് തന്നെയാണ് നല്ലത്. പിന്നെ ആണെങ്കിൽ ഇവിടെ ആണെങ്കിൽ നമ്മൾ പുറത്ത് പോയി കഴിഞ്ഞാൽ ഇപ്പോൾ ചിലപ്പോൾ നമ്മളെ പറ്റിക്കാനൊക്കെ സാധ്യത ഉണ്ട്. റേറ്റൊക്കെ കൂട്ടി പറഞ്ഞിട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നാട്ടിൽ നിന്ന് തന്നെ എല്ലാം മേടിച്ചിട്ട് വരുന്നത് തന്നെയാണ് നല്ലത്. അപ്പം ഞാൻ നാട്ടിൽ നിന്ന് വരുന്ന സമയത്ത് എൻ്റെ അടുത്ത് എല്ലാവരും ചോദിച്ചിട്ടുണ്ടെങ്കിൽ നീ ലോറി വിളിച്ചിട്ടാണോ വന്നത്. കാരണം അത്രയും ഐറ്റംസ് ഉണ്ടായിരുന്നു. എൻ്റെ വീട്ടിൽ നിന്ന് വരുമ്പോൾ ഞങ്ങൾ 7 പേരാണ് വന്നത്. വീട്ടിലുള്ള എല്ലാവരും കൂടെ കൂട്ടിച്ച് 7 പേരാണ് വന്നത്. എല്ലാവരുടെ അടുത്തും 2 ലഗേജ് ഉണ്ടായിരുന്നു. അപ്പോൾ നല്ല രസമായിരുന്നു വരവ്. അപ്പം ഈ പാണ്ടിപ്പടയത്തൊരു സീനൊക്കെ ഓർമ്മ വരാണ്. അങ്ങനെയൊക്കെ ആയിരുന്നു ഞാനിങ്ങോട്ട് വരുന്നത്. അതൊന്നും ആലോചിക്കാൻ പോലും വയ്യ. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ നമ്മൾ മിറർ, ബെഡ്ഷീറ്റ്, പില്ലോ കവർ ചെയ്ത്. നെക്സ്റ്റ് ബ്ലാങ്കറ്റ് മസ്റ്റ് ഹാവാണ്. ഒരു നല്ല കട്ടിയുള്ള ബ്ലാങ്കറ്റ് വേണം. കാരണം നമ്മൾ പുറത്ത് പോയി നിൽക്കുമ്പോഴത്തേനും അവിടെ നല്ല തണുപ്പുള്ള സ്ഥലമാണ്. ഇപ്പോൾ ഇവിടെയൊക്കെ ഭയങ്കര തണുപ്പാണ്, സഹിക്കാനേ പറ്റില്ല. അന്നേരം നമുക്കൊരു ബ്ലാങ്കറ്റ് മസ്റ്റാണ്. അതുപോലെ തന്നെ പുതുക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു ബെഡ്ഷീറ്റ് വേണം. ചൂടുള്ള സമയത്ത് ബെഡ്ഷീറ്റ് യൂസ് ആക്കാം, തണുപ്പുള്ള സമയത്ത് ബ്ലാങ്കറ്റ് യൂസ് ആക്കാം. പിന്നെ ആണെങ്കിൽ ക്ലിപ്സ് ഇല്ലേ, നമ്മൾ ഈ തുണിയൊക്കെ അലക്കിയിടുമ്പോൾ തന്നെ നമ്മൾ ക്ലിപ്സ് ഇടും കേട്ടോ. അതും ഇവിടെ മസ്റ്റ് ആവാണ്. ഇല്ലെങ്കിൽ മറ്റേ എന്താ പറയുക സേഫ്റ്റി പിന്നില്ല, അതുണ്ടെങ്കിലും ഓക്കെയാണ് കേട്ടോ. പിന്നെ ആണെങ്കിൽ റൂം ഫ്രഷ്നർ പറയുമ്പം ഇപ്പോൾ റൂമിൽ ഒരു 10-15 ആൾക്കാരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ അവിടുത്തെ ആ ഒരു സ്മെല്ല് കാര്യങ്ങളൊന്നും പിടിച്ചെന്ന് വരില്ല. അന്നേരം ഇപ്പോൾ ഈ തണുത്ത കാലാവസ്ഥ ആണെങ്കിൽ ഇപ്പോൾ പുറത്ത് നമ്മൾ ഡ്രസ്സിട്ട് ഉണങ്ങില്ല. അപ്പോൾ നമ്മൾ ഫാനിൻ്റെ അടിയിലൊക്കെ ഇടുമ്പോഴത്തേന് അതിൻ്റെ ഒരു സ്മെല്ലൊക്കെ ഉണ്ടാവില്ല. അപ്പോൾ അതൊക്കെ നമുക്ക് റിമൂവ് ചെയ്യാൻ റൂം ഫ്രഷ്നർ ഒന്ന് കരുതുന്നത് നല്ലതാണ്. നമ്മൾ ആവശ്യത്തിന് എടുത്ത് യൂസ് ആക്കാമല്ലോ. പിന്നെ ആണെങ്കിൽ അയൺ ബോക്സ് മസ്റ്റ് ആവാണ്. ഇൻഡിവിജ്വൽ ആയിട്ടുണ്ടെങ്കിൽ അത്രയും നല്ലത് അയൺ ബോക്സ്. ഇപ്പം നമുക്ക് യൂണിഫോമും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പോൾ ക്ലിനിക്കൽസൊക്കെ എപ്പോഴും ഉണ്ടാവും നഴ്സിംഗ് സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിൽ. അപ്പോൾ അതിന് നമുക്ക് അയൺ ബോക്സ് മസ്റ്റ് ആവാണ്. പിന്നെ ആണെങ്കിൽ കെറ്റിൽ എന്ന് പറയുമ്പോഴത്തേനും 2 കെറ്റിൽ വരും. ഒന്നൊരു കുറച്ചൊരു ബിഗ് സൈസിലും വരുന്നുണ്ട്. പിന്നെ ഒന്ന് നമ്മൾ നോർമൽ വീട്ടിലൊക്കെ ഉണ്ടാവുന്ന ഒരു എന്താ പറയുക നോർമൽ കെറ്റിൽ അതുണ്ട്. പിന്നെ ഹോസ്റ്റലിലേക്ക് യൂസ് ആക്കുന്നതാണ് മറ്റേ ഞാൻ പറഞ്ഞ റൗണ്ടിലുള്ള കെറ്റിൽ. അപ്പം അത് 2 ഉണ്ടെങ്കിൽ 2 നല്ലതാണ്. ഒന്നിൽ നമുക്ക് നൂഡിൽസ് ഉണ്ടാക്കാം, പിന്നെ മറ്റതിൽ നമുക്ക് ചായയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാം, വെള്ളമൊക്കെ ചൂടാക്കാനും മറ്റേ നല്ലതാണ്. ആ ഹൈറ്റുള്ള കെറ്റിലില്ലേ അത്. അപ്പം ആ കെറ്റിൽ. പിന്നെ വാട്ടർ ബോട്ടിലും വേണം, അതുപോലെ തന്നെ ജഗ്ഗും വേണം. കാരണം എന്താണെന്ന് വെച്ചാൽ വാട്ടർ ബോട്ടിലത്തെ വെള്ളമൊക്കെ പെട്ടെന്ന് തീരും. ഇപ്പം ഞാൻ നിൽക്കുന്നത് 4th ഫ്ലോറിലാണ്. അപ്പോൾ എനിക്ക് എപ്പോഴും ഞാനാണെങ്കിൽ നല്ല വെള്ളം കുടിക്കുകയും ചെയ്യും. അപ്പോൾ വെള്ളം തീർന്നു കഴിഞ്ഞാൽ പിന്നെ ഇറങ്ങി കയറാൻ ഭയങ്കര റിസ്ക്കാണ്. അപ്പോൾ ഞാൻ ജഗ്ഗ് ക്യാരി ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നല്ലതാണ്. കാരണം നമുക്ക് കുപ്പിൻ്റെ വെള്ളം തീർന്നാലും ജഗ്ഗിലത്തെ നമ്മൾ റീഫില്ല് ചെയ്താൽ മതിയല്ലോ. അപ്പോൾ അതുകൊണ്ട് ജഗ്ഗ് നല്ലതാണ്. മഗ് വേണം. ഈവനിങ് ചായ കുടിക്കണമെങ്കിൽ മഗ് വേണം. അപ്പോൾ പിന്നെ ആണെങ്കിൽ സ്പൂണ് വേണം, പ്ലേറ്റ് വേണം. പിന്നെ ആണെങ്കിൽ നമ്മൾ കലക്കുന്ന സമയത്ത് സോപ്പ് പൊടി, സോപ്പ്, അതുപോലെ എന്താ പറയുക ഡിഷ് വാഷർ, വിമ്മ് അങ്ങനത്തെ ഐറ്റംസ് ഇല്ല, എക്സോ അത് ആ സംഭവമാണ്, അത് വേണം.
പിന്നെ ആണെങ്കിൽ നമ്മുടെ ഡ്രസ്സ്, നമ്മളെ നല്ല ഡ്രസ്സ് കീപ്പ് ചെയ്യാൻ ഒരു ബോക്സ് ഉണ്ടെങ്കിൽ അത് നല്ലതാണ്. പിന്നെ ആണെങ്കിൽ അലക്കുന്ന ഡ്രസ്സ് ഇടുന്ന ഒരു ബോക്സ് അത് വേറെ ഉണ്ടെങ്കിൽ അത് നല്ലതാണ്. അപ്പോൾ അതൊക്കെ നമുക്ക് ചീപ്പ് റേറ്റിന് അങ്ങനെ കിട്ടാവുന്നേ ഉള്ളൂ. അപ്പോൾ എനിക്ക് അങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് ഇപ്പം എന്താ പറയുക, വാഷ് ചെയ്യുന്ന ഡ്രസ്സ് ഇടാൻ ഒരു സംഭവമുണ്ട്, ഒരു ബോക്സ് ഉണ്ട്. പിന്നെ നല്ല ഡ്രസ്സ് കീപ്പ് ചെയ്യാൻ ഒരു സ്ഥലമുണ്ട്. ഇപ്പം നമ്മൾ കൊണ്ടുപോകുന്ന ബോക്സിലാക്കി എടുത്ത് വെക്കുകയാണെങ്കിലും നല്ലതാണ്. പക്ഷേ അതൊക്കെ തുറന്ന് ഈ ട്രോളി ഐറ്റംസ് ഒക്കെ തുറന്നെടുക്കുക എന്ന് പറയുന്നത് നമ്മുടെ ഡെയിലി യൂസിനത് നമുക്ക് നടക്കില്ല. അപ്പോൾ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഒരു ബോക്സ് ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് കേട്ടോ. പിന്നെ ഞാൻ ഇൻഡിവിജ്വലായിട്ട് നിങ്ങൾക്ക് ഇപ്പം എന്തെങ്കിലും സാധനങ്ങൾ ഇപ്പോൾ കാണിച്ചു തരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞു, ഞാൻ വേണമെങ്കിൽ ഇപ്പോൾ എന്നെ കാണിക്കാണ്ട് ഞാൻ ഐറ്റംസൊക്കെ ഇങ്ങനെ ഇൻഡിവിജ്വലായിട്ട് വെച്ചിട്ട് ഞങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ അത് ഇപ്പം പറയുമ്പോൾ ഇപ്പോൾ ഇതെന്താ നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന ഐറ്റംസ് അല്ലേ, അപ്പോൾ ഇങ്ങനെ കാണിച്ചു തരേണ്ട ആവശ്യമില്ലല്ലോ, പേര് പറഞ്ഞാൽ മതിയല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ എടുത്തത്. പിന്നെ ആണെങ്കിൽ സ്നാക്സ് ബോക്സ്, കാരണം നമ്മൾ ഈ സ്നാക്സ് ഒക്കെ മേടിക്കുന്ന സമയത്ത് ഇവിടെ പെട്ടെന്ന് അതിൽ കൂറ ഐറ്റംസൊക്കെ കോക്രോച്ചൊക്കെ ഇങ്ങനെ പെട്ടെന്ന് വരും. അപ്പോൾ നമ്മൾ ഈ കവറിൽ മേടിച്ച് വെക്കുന്ന സമയത്ത് അത് പെട്ടെന്ന് കവർ കുത്തിയിട്ട് അതിൻ്റെ ഉള്ളിലൊക്കെ കയറി അതൊക്കെ കഴിക്കാനുള്ള സാധ്യത ഒക്കെ ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു കണ്ടെയ്നർ മേടിച്ച് വെക്കുന്നത് നല്ലതാണ്. ഒരു കണ്ടെയ്നർ മേടിച്ച് വെക്കുക. പിന്നെ ആണെങ്കിൽ ടർക്കി അറിയാമല്ലോ, നമ്മൾ ബാത്ത് ചെയ്യുമ്പോൾ തന്നെ യൂസ് ആക്കാൻ വേണ്ടിയിട്ട് ടർക്കി. പിന്നെ റൂമിലിടാൻ വേണ്ടിയിട്ട് സ്ലിപ്പർ, ഹോസ്റ്റലിൽ ഡെയിലി യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു സ്ലിപ്പർ മേടിച്ച് വെക്കുന്നത് നല്ലതാണ്. പിന്നെ മാറ്റ്, നമ്മൾ ബെഡിൻ്റെ താഴെ നിന്ന് ഇറങ്ങുമ്പോഴത്തേനും മാറ്റ് യൂസ് ആക്കുന്നത് നല്ലതാണ്. കാരണം നമ്മൾ പുറത്തുനിന്ന് വരുമ്പം ബാത്റൂമിൽ നിന്നും അവിടെ നിന്നും ഇവിടെ നിന്നൊക്കെ വരുമ്പോഴത്തേനും ബെഡിൽ കയറുന്ന സമയത്ത് ഒന്ന് കാലൊക്കെ ഒന്ന് ഫ്രഷ് ആക്കി കയറണമെന്നുണ്ടെങ്കിൽ ഒരു മാറ്റ് നല്ലതാണ്. സ്റ്റഡി ടേബിൾ, ഇപ്പോൾ ഞാൻ കുക്കി കാണിച്ചു തരാം. ഈ ഒരു സ്റ്റഡി ടേബിളാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇതുപോലെ ഒരു സ്റ്റഡി ടേബിൾ നമ്മൾ അവിടെ എത്തിയതിന് ശേഷം നമ്മൾ ഓൺലൈൻ വഴി ഓർഡർ ചെയ്തിട്ട് വരുത്താവുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ പുറത്തുനിന്ന് സൗണ്ടൊക്കെ കേൾക്കും, കാരണം ഞാൻ ഫുഡൊന്നും കഴിക്കാണ്ട് നേരത്തെ വന്നത് പെട്ടെന്ന് വീഡിയോ എടുത്ത് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട്. കാരണം എല്ലാവരും ഹോസ്റ്റലിൽ എത്തിക്കഴിഞ്ഞാൽ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല. പിന്നെ ആണെങ്കിൽ റൂമിലിരുന്ന് എടുക്കാനും പറ്റില്ല, ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം അങ്ങനെ ഞാനിപ്പോൾ മേലാണ് വന്നിരിക്കുന്നത്, ടെറസിലാണ് വന്നിരിക്കുന്നത്. ഇതൊക്കെ എൻ്റെ റൂമിൽ നിന്ന് ഞാനിങ്ങനെ വെറുതെ ബാക്ക്ഗ്രൗണ്ട് ഇങ്ങനെ ഒഴിഞ്ഞ് കിടക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഭംഗിക്ക് എൻ്റെ റൂമിൽ നിന്നുള്ള സാധനം ഇങ്ങനെ എടുത്തു വന്നതാണ്. അപ്പോൾ നെക്സ്റ്റ് നമുക്ക് പറയാൻ സ്റ്റഡി ടേബിൾ ആയില്ലേ. പിന്നെ ഒരു ഫോൺ ഹോൾഡർ, എന്താണെന്ന് വെച്ചാൽ ഇപ്പം നമുക്ക് അസൈൻമെൻറ്റ്സും കാര്യങ്ങളൊക്കെ നമുക്ക് ഫോൺ വഴിയാവും നമുക്ക് അയച്ചു തരുന്നത്. അപ്പോൾ നമുക്ക് എപ്പോഴും കയ്യിൽ ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ നമുക്ക് നോക്കിയിരുന്ന് എഴുതാൻ പറ്റൂല, ബുദ്ധിമുട്ടാവും. അപ്പോൾ എന്ത് ചെയ്യാം, നമ്മളൊരു ഫോൺ ഹോൾഡർ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നല്ലതാണ്. അപ്പം എൻ്റെ അടുത്ത് അത് 2 ഉണ്ട്, ഞങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കാണിച്ചു തരാം. അപ്പോൾ അത് ഞാനിവിടെ ഇങ്ങനെ വെച്ചിട്ട് നമുക്കത് നോക്കിയിട്ട് എഴുതാണെങ്കിൽ നമ്മളെ കൈക്കും സുഖമാണ്, നമുക്ക് എഴുതുന്ന എളുപ്പമാവും. അപ്പോൾ ഒരു ഫോൺ ഹോൾഡർ ഉള്ളത് നല്ലതാണ്. പിന്നെ ആണെങ്കിൽ സ്റ്റഡി ഐറ്റംസ്, നെക്സ്റ്റ് നമുക്ക് സ്റ്റഡി ഐറ്റംസ് എന്തൊക്കെയാണെന്ന് നോക്കാം. സ്റ്റഡി ഐറ്റംസ് എന്താണെന്ന് വെച്ചാൽ അതിൽ പെട്ടാണ് ഈ ടേബിൾ കേട്ടോ, സ്റ്റഡി ടേബിൾ. പിന്നെ ആണെങ്കിൽ ലോങ് സ്കെയിൽ, നമ്മൾ ആസ് യൂഷ്വലി നമ്മളെല്ലാ ക്ലാസ്സിലും യൂസ് ചെയ്യുന്ന എല്ലാ ഐറ്റംസും ഇവിടെയും വേണം, പ്രത്യേകിച്ചൊന്നുമില്ല. പിന്നെ അതിൽ എന്ന് പറയുമ്പം ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. ലോങ് സ്കെയിൽ വേണം, ഷോർട്ട് സ്കെയിലും വേണം, 2 സ്കെയിലും വേണം. കളേഴ്സ് എന്ന് പറയുമ്പോഴത്തേനും മറ്റേ ചെറിയ കളേഴ്സ് ഇല്ലേ അതും. പിന്നെ ആണെങ്കിൽ മാർക്കേഴ്സിൽ റെഡ് വേണ്ട, ഓറഞ്ച് വേണ്ട, യെല്ലോ വേണ്ട, ഗ്രീൻ വേണ്ട. ബാക്കി എല്ലാ മാർക്കറും ഉണ്ടാകുന്ന നല്ലതാണ്. മസ്റ്റ് ആവാണ് ബ്ലാക്ക് മാർക്കർ. അതുപോലെ തന്നെ നമുക്ക് വേണ്ട ഒരു കാര്യമാണ് വൈറ്റ്നർ. കുറേ അസൈൻമെൻറ്റ്സ് കാര്യങ്ങളും എഴുതാണ്ടാവുമല്ലോ അത്. പിന്നെ ഒരു ബണ്ടിൽ A4 മേടിക്കുന്നത് നല്ലതാണ്. പിന്നെ ആണെങ്കിൽ ഫയൽ, നമ്മളെല്ലാ ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളൊക്കെ കീപ്പ് ചെയ്യാൻ ഒരു ഫയൽ മസ്റ്റ് ഹാവ് ആണ്. പിന്നെ നോട്ട്ബുക്സ്, അതൊക്കെ നമുക്ക് ഇവിടെ വന്നിട്ട് മേടിക്കാവുന്നേ ഉള്ളൂ കേട്ടോ. നോട്ട്ബുക്സൊക്കെ അല്ലാതെ നാട്ടിൽ നിന്ന് വരികയാണെങ്കിലും ഒരു 5-6 നമ്മളെ സബ്ജക്റ്റ് എത്രയാണോ സബ്ജക്റ്റ് എന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ടുള്ള നോട്ട്ബുക്ക് നമ്മൾ ക്യാരി ചെയ്യാം. ഓക്കെ, അപ്പോൾ അതിൽ അൺറോൾഡ് ആയിട്ടുള്ള നോട്ടായിരിക്കും എല്ലാവർക്കും വേണ്ടി വരിക, അൺറോൾഡ് തന്നെ ആയിരിക്കും വേണ്ടി വരിക. നെക്സ്റ്റ് എന്താണെന്ന് വെച്ചാൽ പൗച്ചാണ്. പൗച്ച് പിന്നെ നമ്മൾ ഇപ്പം കോളേജ് പോകുന്ന സമയത്ത് ക്യാരി ചെയ്യാൻ വേണ്ടിയിട്ട് പൗച്ച്, അതിൽ ആവശ്യമുള്ള പെന്നും പെൻസിലും കാര്യങ്ങളും ഇറേസർ, ഷാർപ്പനർ ഇതൊക്കെ ഇട്ട് കൊണ്ടുപോകാൻ ഒരു പൗച്ച്, അത് നല്ലതാണ്. പിന്നെ ആണെങ്കിൽ ബാഗ്, പിന്നെ പെന്നിൻ്റെ ഒരു ബണ്ടിൽ തന്നെ മേടിച്ച് വെക്കുന്നത് നല്ലതാണ്. മീൻസ് ഒരു ബോക്സ് പെന്ന് മേടിച്ച് വെക്കുന്നത് നല്ലതാണ്. ബ്ലാക്ക് ആണ് ആസ് യൂഷ്വലി എല്ലായിടത്തും യൂസ് ചെയ്യുന്ന ബ്ലാക്ക് പെന്നാണ്, ബ്ലാക്ക് ഇങ്കാണ്. അപ്പം ബ്ലാക്ക് പെന്ന് മേടിച്ച് വെക്കാം. പിന്നെ ആണെങ്കിൽ ഇത്ര ഐറ്റംസ് ഉള്ളൂ നമ്മൾ ക്യാരി ചെയ്യാനായിട്ട് കേട്ടോ. അപ്പോൾ ഈ ഐറ്റംസ് നമ്മൾ എന്തായാലും
ക്യാരി ചെയ്യുക. സ്റ്റഡി ഐറ്റംസ് നമ്മൾ യൂഷ്വലി യൂസ് ചെയ്യുന്ന ഐറ്റംസ് ഒക്കെ തന്നെ ഉള്ളൂ. പിന്നെ അതിൽ വന്നിട്ട് സെപ്പറേറ്റ് ആയിട്ട് വന്നിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ ബണ്ടിലാണ്, A4 ഇല്ലേ അത്. അപ്പോൾ അങ്ങനെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുകയാണ്, യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുകയാണ്. ആക്ച്വലി ഇനി ഇതുപോലത്തെ വീഡിയോസ് നിങ്ങൾക്ക് വേണമെങ്കിൽ, നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും, നിങ്ങൾക്ക് എന്തെങ്കിലും വീഡിയോസ് സ്റ്റഡി റിലേറ്റഡ് ആയിട്ടോ കോളേജ് റിലേറ്റഡ് ആയിട്ടോ ഒക്കെ എന്തെങ്കിലും വീഡിയോസ് നിങ്ങൾക്ക് അറിയണം എന്ന് ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് കമൻറ്റ് ബിലോ. ഞാൻ എന്തായാലും ഒരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് തോന്നുകയാണെങ്കിൽ പ്ലീസ് സപ്പോർട്ട് ആൻഡ് സബ്സ്ക്രൈബ്.